ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചീസ് കേക്കാണ്. ലോട്ടസ് ബിസ്ക്കറ്റും അതുപോലെ ന്യൂട്ടല്ലയൊക്കെ ചേർത്തിട്ടുള്ള ഈ ചീസ് കേക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഈ ലോട്ടസ് ബിസ്ക്കറ്റ് ഒന്ന് തരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കണം. അതിനുശേഷം ഇതിലോട്ട് ഒരു 1/4 കപ്പ് ഉരുക്കിയ ബട്ടറും കൂടി ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് ഒരു സ്പ്രിംഗ് ഫോം പാനിലോട്ട് നമുക്കൊന്ന് നിരത്തി കൊടുക്കാം. ഇനി ഇത് ഒരു അരമണിക്കൂർ നേരത്തേക്ക് ഫ്രിഡ്ജിലൊന്ന് സെറ്റാകാൻ വേണ്ടി വെക്കാം. ഈ സമയത്ത് നമുക്ക് ജലാറ്റിൻ ഒന്ന് കുതിർത്തെടുക്കണം. അതിനുവേണ്ടി ഈ പാത്രത്തിലോട്ട് 1 ടേബിൾ സ്പൂൺ ജലാറ്റിൻ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിലോട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് അത് നന്നായിട്ടൊന്ന് സെറ്റാകാൻ വേണ്ടി വെക്കാം. ഈ ചീസ് കേക്കിൽ ചേർക്കാനുള്ള ചീസ് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനു വേണ്ടി 1 കപ്പ് ക്രീം ചീസാണ് ഞാൻ ഇതിൽ എടുത്തിരിക്കുന്നത്. അതൊന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാനിതിലോട്ട് ചേർക്കാൻ പോകുന്നത് 1/2 കപ്പ് ന്യൂട്ടല്ലയും 1/4 കപ്പ് കണ്ടൻസ് മിൽക്കുമാണ്. ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലോട്ട് കുതിർത്ത് വെച്ചിരിക്കുന്ന ജലാറ്റിനും കൂടെ ചേർത്തിട്ട് ഒന്ന് ചെറുതായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഈ ചീസ് കേക്കിൽ ചേർക്കാനുള്ള വിപ്പിംഗ് ക്രീമാണ് ഞാനിവിടെ ബീറ്റ് ചെയ്ത് എടുത്തിരിക്കുന്നത്. 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഞാനിപ്പം ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഇത് നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ബേസിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഒരു 6 മണിക്കൂർ നേരമെങ്കിലും ഇത് സെറ്റാകാൻ വേണ്ടി എടുക്കും. അടുത്തതായിട്ട് നമുക്ക് ചീസ് കേക്കിൻ്റെ ഏറ്റവും മുകളിലത്തെ ലെയർ ഒന്ന് തയ്യാറാക്കി എടുക്കാം. അതിനുവേണ്ടി ഞാനിതിലോട്ട് ഒരു 1/4 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ചിട്ടുണ്ട്. അതൊന്ന് ചെറുതായിട്ട് ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് അതിലോട്ട് ഒരു 1/4 കപ്പ് ന്യൂട്ടല്ലയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചൂട് ചെറുതായിട്ടൊന്ന് കുറയുമ്പോഴത്തേക്കും നമുക്ക് ഫ്രിഡ്ജിൽ സെറ്റാകാൻ വെച്ചിരിക്കുന്ന നമ്മുടെ ചീസ് കേക്ക് എടുത്തിട്ട് ഇതിൻ്റെ മുകളിലോട്ട് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇത് വീണ്ടും ഒരു 2 മണിക്കൂർ നേരം കൊണ്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ന്യൂട്ടല്ല ചീസ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ സ്പ്രിംഗ് ഫോം പാനിൽ നിന്ന് മാറ്റി ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം. എല്ലാവർക്കും നന്നായി ഇഷ്ടമാകുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചീസ് കേക്കാണിത്. ഇതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടേസ്റ്റി ക്വീൻസ്. താങ്ക് യു.